വിരാട് കോഹ്ലി 13 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ആദ്യമായി കളിക്കുന്ന രഞ്ജി ട്രോഫി മത്സരം ടെലിവിഷനിലോ ഓൺലൈനിലോ തത്സമയം കാണാനാവില്ല. ജനുവരി 30-ന് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ റെയിൽവേസിനെതിരെ ഡൽഹിക്ക് വേണ്ടിയാണ് കോഹ്ലി കളിക്കുക. 2012-ൽ ഗാസിയാബാദിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഡൽഹിയും ഉത്തർപ്രദേശും തമ്മിൽ നടന്ന മത്സരത്തിന് ശേഷം ഇന്ത്യയിലെ പ്രീമിയർ ഫസ്റ്റ് ക്ലാസ് മത്സരത്തിൽ കോഹ്ലി പങ്കെടുക്കുന്ന ആദ്യ മത്സരമാണിത്. മത്സരം ടെലിവിഷനിലോ ഓൺലൈനിലോ കാണാനാവില്ല എന്നത് കോഹ്ലിയുടെയും ഇന്ത്യൻ ക്രിക്കറ്റിന്റെയും ആരാധകരെ നിരാശരാക്കുന്നുണ്ട്. BCCI ഓരോ റൗണ്ടിലും 3 രഞ്ജി മത്സരങ്ങൾ സംപ്രേഷണം ചെയ്യുന്നതിന് ധാരണയുണ്ടാക്കിയിട്ടുണ്ട്. ഈ മത്സരങ്ങളുടെ പട്ടികയിൽ കോഹ്ലിയുടെ തിരിച്ചുവരവ് മാച്ച് ഉൾപ്പെടുന്നില്ല. മത്സരം ടിവിയിൽ പ്രദർശിപ്പിക്കുന്നതും ഓൺലൈനിൽ സ്ട്രീം ചെയ്യുന്നതും മുൻകൂട്ടി തീരുമാനിക്കപ്പെടാറുണ്ട്. 2024-25 സീസണിലെ 8ാം റൗണ്ടിനായി തെരഞ്ഞെടുത്ത മത്സരങ്ങളുടെ പട്ടികയിൽ ഡൽഹി റെയിൽവേസ് മത്സരം ഉൾപ്പെടുന്നില്ല. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടക്കുന്ന കർണാടക ഹരിയാന മത്സരം സംപ്രേഷണം ചെയ്യുകയും സ്ട്രീം ചെയ്യുകയും ചെയ്യും. സീനിയർ ഇന്ത്യൻ താരം KL രാഹുലിന്റെ പങ്കാളിത്തം ഈ മത്സരത്തിലുണ്ട്. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ പഞ്ചാബിനെതിരെ ബംഗാളിന്റെ ഹോം മാച്ചും വഡോദരയിൽ നടക്കുന്ന ബറോഡ ജമ്മു കാശ്മീർ മത്സരവും ഓൺലൈനിൽ സ്ട്രീം ചെയ്യും. കോഹ്ലിയുടെ തിരിച്ചുവരവ് മാച്ച് സ്റ്റേഡിയത്തിലിരുന്ന് ആരാധകർക്ക് കാണാനാവും. പ്രവേശനം സൗജന്യമാണ്. കോഹ്ലിയുടെ സാന്നിധ്യം പരിഗണിച്ച് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ കൂടുതൽ കവാടങ്ങൾ തുറക്കും. ഗ്രൂപ്പ് ഡിയിൽ 14 പോയിന്റുമായി പട്ടികയിൽ 5ാം സ്ഥാനത്തുള്ളതിനാൽ ഡൽഹി നോക്കൌട്ട് ഘട്ടത്തിലേക്ക് യോഗ്യത നേടാൻ സാധ്യതയില്ല. തമിഴ്നാട് 25, ചണ്ഡീഗഡ് 19, സൗരാഷ്ട്ര 18, റെയിൽവേസ് 17 എന്നിങ്ങനെ ആദ്യ 4 സ്ഥാനങ്ങളിലുണ്ട്. എല്ലാവരും ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കണമെന്ന BCCI നിർദ്ദേശപ്രകാരമാണ് കോഹ്ലി രഞ്ജി മാച്ച് കളിക്കുന്നത്. ആയുഷ് ബദോനിയാണ് ഡൽഹിയെ നയിക്കുന്നത്. മത്സരത്തിൽ അധിക സുരക്ഷ ഉറപ്പാക്കാൻ ഡൽഹി ആൻഡ് ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് അസോസിയേഷൻ ഡൽഹി പോലീസിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. മത്സരത്തിന് മുന്നോടിയായി ഇന്നു മുതൽ കോഹ്ലി ഡൽഹി ടീമിനൊപ്പം പരിശീലനം ആരംഭിക്കും. 80-ലധികം അന്താരാഷ്ട്ര സെഞ്ചുറികൾ നേടിയ താരമാണ് കോഹ്ലി. ജൂനിയർ കളിക്കാർക്ക് വിരാടിനൊപ്പം ഡ്രസ്സിംഗ് റൂം പങ്കിടാൻ കഴിയുന്നത് മികച്ച അനുഭവമായിരിക്കുമെന്ന് DCCI സെക്രട്ടറി അശോക് ശർമ്മ പ്രതികരിച്ചിരുന്നു. IPL-ലോ ഇന്ത്യക്ക് വേണ്ടിയോ വിരാടിനൊപ്പം കളിച്ചത് നവദീപ് സൈനി മാത്രമാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം മത്സരത്തിന്റെ പ്രൊഫൈൽ ഉയർത്തുമെന്നും കോഹ്ലിക്ക് യാതൊരു തടസ്സവുമില്ലാതെ പരിശീലനം നടത്താൻ കഴിയുന്ന തരത്തിൽ സുരക്ഷ വർദ്ധിപ്പിക്കുമെന്നും അശോക് കൂട്ടിച്ചേർത്തിരുന്നു. പരിക്ക് മൂലം ഡൽഹിക്ക് വേണ്ടിയുള്ള ആദ്യ മത്സരത്തിൽ കോഹ്ലി പങ്കെടുത്തിരുന്നില്ല. സമീപകാലത്തെ ഇന്ത്യൻ ടീമിന്റെ തുടർച്ചയായ ബാറ്റിംഗ് പരാജയങ്ങൾ വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. സീനിയർ താരങ്ങളും ആഭ്യന്തര മത്സരങ്ങളിൽ കളിക്കണമെന്ന് കോച്ച് ഗൗതം ഗംഭീർ ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് ശേഷം ആവശ്യപ്പെടുകയുണ്ടായി. ഇതിന് പിന്നാലെയാണ് താരങ്ങൾ രഞ്ജി ട്രോഫിക്ക് ഇറങ്ങാൻ തീരുമാനിച്ചത്. ശുഭ്മാൻ ഗിൽ, യശസ്വി ജയ്സാൾ തുടങ്ങിയവരും അവരവരുടെ ടീമുകൾക്കായി കളിക്കുന്നുണ്ട്. ഋഷഭ് പന്തിനെ ഡൽഹിയുടെ 21 അംഗ രഞ്ജി ടീമിൽ ഉൾപ്പെടുത്തിയിരുന്നു. പന്ത് ടീമിലുണ്ടെങ്കിലും ആയുഷ് ബദോനി തന്നെ ഡൽഹിയെ നയിക്കുകയാണ് നിലവിൽ. ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുക്കാനില്ലെന്ന് പന്ത് അറിയിച്ചതിനെ തുടർന്നാണിത്. പെട്ടെന്ന് ക്യാപ്റ്റനെ മാറ്റുന്നത് തുടർച്ച നഷ്ടപ്പെടുത്തുമെന്നാണ് പന്ത് അഭിപ്രായപ്പെട്ടത്.